പുതപ്പിട്ട് മൂടു ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. പുതപ്പിട്ട് മൂടു ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. എനിക്കൊന്ന് വാരി തരുവോ നബിയെ? 65-ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി മുത്തു റസൂലിനെ കാത്തു നിൽക്കുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്ന പുന്നാര ഹബീബിന് ഭക്ഷണം വിളമ്പി കൊടുത്ത് അടുത്തിരുന്നു കൊണ്ട് ഖദീജ ബീബി ചോദിക്കുക, എനിക്കൊന്ന് വാരിത്തരുവോ നബിയെ? അതിനെന്താ ഖദീജ, വാരിത്തന്നോളൂ. അള്ളാഹുവിൻ്റെ ഹബീബിന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വാരി കൊടുത്തു. എന്നിട്ട് ഖദീജ ബീബി ചോദിക്കുക, ഞാനും അങ്ങേക്ക് ഒന്ന് വാരി തന്നോട്ടെ നബിയെ? കുഴപ്പമില്ല ഖദീജ, വാരി തന്നോളൂ. അള്ളാഹുവിൻ്റെ ഹബീബിന് വാരിക്കൊടുത്തു. ഖദീജക്ക് പകരമായ, ഖദീജക്ക് തുല്യമായ ഒരാളും ഇല്ല ആയിഷ എന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുമായിരുന്നു. 25 വർഷക്കാലത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും മുത്തു റസൂലിനോട് ശബ്ദമുയർത്തി ഖദീജ ബീബി സംസാരിച്ചിട്ടില്ല. അക്കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ വലിയ ഒരു മണിമാളികയാണ് പണിത് കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവേ, ഖദീജ ബീവിയൊത്ത് സ്വർഗം പുൽകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ നബിയെ. എനിക്ക് പുറത്തു തരണോട്ടെ നബിയെ. ഖദീജ ബീവിയുടെ വാക്കുകൾക്ക് മുത്തു റസൂൽ കൊടുത്ത മറുപടി, പുറത്തു തരാൻ പാകത്തിന് ഖദീജയിൽ നിന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഖദീജയുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല. മരണമാസന്നമായി കിടക്കുന്ന ഖദീജ ബീവിയുടെ ചാരത്തിരിക്കുന്ന മുത്തു റസൂലിൻ്റെ ചെവിയിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഒരു 3 കാര്യം പറഞ്ഞു. അല്ലാത്ത വാക്കുകളായിരുന്നു അത്. യാ അല്ലാഹ്, മുത്തു റസൂലിൻ്റെ ചെവിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഖദീജ ബീബി പറയുകയാണ്, നബിയെ, എൻ്റെ ജനാസ അങ്ങ് തന്നെ കുളിപ്പിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ജനാസ കഫൻ ധരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഉപയോഗിച്ച ആ പുതപ്പുണ്ടല്ലോ, അതെൻ്റെ കഫൻ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ നബിയെ. പിന്നെ 3ാമത് പറഞ്ഞത്, എൻ്റെ ഈ ശരീരം അങ്ങ് തന്നെ മണ്ണിലേക്ക് വെക്കണം കേട്ടോ പുന്നാര നബിയെ. ഖദീജ ബീവിയുടെ വാക്കുകൾ വല്ലാത്ത വാക്കുകളായിരുന്നു. മുത്തു റസൂലിന് താങ്ങും തണലുമായി നിന്ന ഖദീജ, മക്കയിൽ പ്രബോധന സമയത്ത് എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി തണല് കൊടുത്ത ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. മക്കയിലെ ബുദ്ധിമുട്ട് സഹിച്ച് ഹിജറ പോയി മദീനയിൽ പ്രബോധനം നടത്തി വലിയ വിജയം കൈവരിച്ച് മക്കയിലേക്ക് തിരിച്ചെത്തിയ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ ഖബറിൻ്റെ അടുക്കൽ ടെൻ്റ് കെട്ടി അവിടെ വിശ്രമിക്കുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മുത്തു റസൂലിന് ഖദീജ ബീവിയോട്. ആ ഖദീജ ബീവിയുടെ വഫാത്ത് ദിനമാണ്. നമ്മുടെ ഉമ്മയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോട് കാണിച്ച ആ സ്നേഹം വല്ലാത്ത സ്നേഹമായിരുന്നു. ആ ഖദീജ ബീവിയുടെ വഫാത്തിൻ്റെ ദിവസമാണ് റമളാൻ 10. എല്ലാവരും ഒരു ഫാത്തിഹ നമ്മുടെ ഉമ്മക്ക് വേണ്ടി ഓതണം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുത്ത് അവരോടൊപ്പം സ്വർഗം പുൽകാനുള്ള ഭാഗ്യം സാധുക്കളായ നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.